ഭൗതികശാസ്ത്രത്തിലെ ഉന്നത ബിരുദശേഷം ലഭിച്ച കൊടൈക്കനാൽ ആസ്ട്രോഫിസിക്കൽ ഒബ്സർവേറ്ററിയിലെ സയന്റിഫിക് അസിസ്റ്റന്റ് ഉദ്യോഗമാണ് പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും നമുക്ക് സമ്മാനിച്ചത്. ശരിയായ അനുഭവത്തിലുള്ളതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകം അല്ലെങ്കിൽ പാരമ്പര്യം, നമ്മുടെ അനുഭവം ഇത് തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ അത് പൊരുത്തപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഒരു ചരിത്രമാണ് നമ്മുടെ ജീവിതം. ഇപ്പോൾ നമുക്കൊരു പൈതൃകം എന്ന് പറയുന്നത് നമ്മുടെ ദാർശനികമായ പൈതൃകം. നമുക്കുള്ള ആധുനിക ലോകത്തെ അനുഭവം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രത്തിൻ്റെ, മോഡേൺ സയൻസിൻ്റെ അനുഭവമാണ്. ഇത് രണ്ടും കൂടി ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് നേര്. അപ്പോൾ എൻ്റെ ഈ കൃതികൾ മുഴുക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും പാരമ്പര്യവും വ്യതിയാനവും തമ്മിൽ പൊരുത്തപ്പെടുത്തിയിട്ട് ഒരു സമഗ്രമായ ജീവിത ദർശനം ഉണ്ടാക്കി മനുഷ്യനെ സന്തുഷ്ടനായി, സുഖമായി, ശാന്തനായി ജീവിക്കാൻ സഹായിക്കാനുള്ള ഒരു സംസ്കൃതി ഉൽപ്പാദിപ്പിക്കാനാണ്. ഈ അർത്ഥത്തിൽ ഇങ്ങനെയൊരു ശ്രമം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നേരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൃതികൾക്ക് ലോകത്തിലെ മറ്റു ഭാഷകളിൽ സമാന്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനും ആളുണ്ടായിട്ടില്ല. ഇത് പഠിക്കാനൊരു പദ്ധതി നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെ ഒരു കുറവ് വേണമെങ്കിൽ പറയാം, പക്ഷേ നാളെ നികത്തപ്പെടാവുന്ന ഒരു കുറവാണെന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരു പരാതിയില്ല. പൂനെയിലെ സെസ്മോളജി സെന്റർ അനുഭവങ്ങൾ സ്പന്ദമാവിനികളെ നന്ദിക്കും. ബോംബെയിലെയും ഡൽഹിയിലെയും പത്രപ്രവർത്തന പർവ്വങ്ങൾ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, മുൻപേ പറക്കുന്ന പക്ഷികൾ തുടങ്ങിയ രചനകൾക്കും കാരണമായി. മുൻപേ പറക്കുന്ന പക്ഷികളുടെ നായകൻ അർജുനൻ്റെ പ്രാഗ് രൂപം എഴുത്തുകാരൻ്റെ ഒരു സ്നേഹിതനാണ്. ഞാനിവിടെ ഡൽഹിയിൽ നിന്ന് അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞ് ഇവിടെ താമസം തുടങ്ങി കുറച്ചു കാലം മറ്റു ജോലികളൊക്കെ ചെയ്ത് 1-2 സിനിമയൊക്കെ ഉണ്ടാക്കി കഴിയുന്ന കാലത്താണ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ലാൻഡ് ചെയ്യുന്നത് എൻ്റെ കൂടെ പത്രത്തിൽ വർക്ക് ചെയ്ത വേറൊരാളായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. ആ ആൾ ഈ ആളാണെന്നുള്ള ധാരണ അന്നേ വരെ എനിക്കില്ലായിരുന്നു. പറഞ്ഞപ്പോൾ പോലും വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ആ ട്രാൻസിഷൻ്റെ കഥയാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള നിറകണ്ഠിരിയിൽ വായിക്കുന്നത്. എങ്ങനെയാണ് ആ മനുഷ്യൻ ഈ മനുഷ്യനായി ഇത്രയും കാലം ജീവിച്ചതെന്നും ആരൊക്കെയാണ് സഹായിച്ചതെന്നും എന്തിനായിരുന്നു ജീവിച്ചതെന്നും കൂടെ ഉള്ളത് ആരാണ് എന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ എനിക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അപ്രത്യക്ഷനാവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണാതായി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സിലുള്ള വിചാരം. അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് പണ്ടത്തെ ആളുകൾ മഹർഷിമാരൊക്കെ ചെയ്ത പോലെ നമ്മൾ വാനപ്രസ്ഥം എന്നുള്ളൊരു സംഗതി സ്വീകരിച്ച് നമ്മുടെ ദേഹം ഉപേക്ഷിച്ച് നമ്മളെക്കൊണ്ട് ആകാവുന്ന കാലത്ത് കഴിയുന്നതൊക്കെ ചെയ്ത് ദേഹം ഉപേക്ഷിച്ച് ധന്യതയിലേക്ക് പോകണം എന്നാണ്. അത് ചെയ്തിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ ബൃഹത് രചനകൾക്കിടയിലും സമൂഹത്തിലെ ബീഭത്സ ചിത്രങ്ങൾ പലതും അദ്ദേഹം ചെറു നോവലുകളായി പകർത്തിവെച്ചു. വേഷങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ബൃഹദാരണ്യകം, ഒറ്റയടിപ്പാതകൾ തുടങ്ങിയവ ഉദാഹരണങ്ങൾ. ഇതിഹാസം എന്ന ശീർഷകത്തിന് കീഴിൽ വന്ന 2 നോവലുകളെ ഹാസനോവലുകൾ എന്ന് കളിയായി അദ്ദേഹം വിശേഷിപ്പിച്ചു. ഹാസം എന്ന് പറയുന്നത് നമ്മൾ അനുഭാവപൂർവ്വം നമുക്കുള്ള ഒരു നർമ്മത്തിൻ്റെ ഭാവമാണ്. നമ്മൾ ആരെയും പരിഹസിക്കുന്നില്ല. നർമ്മം എന്ന് പറയുന്നത് പഴയ നമ്പൂതിരിയുടെ ശൈലിയിൽ പരിഹസിക്കുന്നത് അവനവനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരാളെ പരിഹസിക്കുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. പക്ഷേ ആരെയും പരിഹസിക്കാതെ, ആരെയും അപലപിക്കാതെ, ആരെയും ശപിക്കാതെ, ദുഷിക്കാതെ നമുക്ക് നർമ്മം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ വേദവ്യാസൻ്റെ ഇതിഹാസങ്ങൾ, ഭാരതം എന്ന ഇതിഹാസം, അത് ശ്രീകൃഷ്ണൻ്റെ ചുണ്ടത്ത് എപ്പോഴും ഉള്ളത് എന്താ? പ്രഹസൻ ഇവ എന്നാണ്. പരിഹസിച്ച് പുഞ്ചിരിക്കുന്നു എന്ന പോലെ അർജുനനോട് പറഞ്ഞു എന്നാണ്. ഈ പരിഹാസത്തിൻ്റെ പുഞ്ചിരി വാസ്തവത്തിൽ ഒരു വലിയ അനുഭാവത്തിൻ്റെ, സഹതാപത്തിൻ്റെ, ദയയുടെ, സ്നേഹത്തിൻ്റെ ഒക്കെ പുഞ്ചിരിയാണ്. അമ്മ കുട്ടിയുടെ വികൃതി കണ്ട് പുഞ്ചിരിക്കുന്നത് പോലെയുള്ള ഒരു പുഞ്ചിരിയാണ് അത്. അങ്ങനെയുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ആക്ഷേപഹാസ്യം എന്നുള്ള സാഹിത്യ ശാഖയെ കൈകാര്യം ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നാഴികയിലേറെ വീതിയുള്ള പുഴയിലിറങ്ങി നിന്ന് യമകോടിയെ അഭിമുഖീകരിക്കുമ്പോൾ ഞാനറിയാതെ എൻ്റെ കൈകൾ ഒരു കുടന്ന വെള്ളം കോരിയെടുത്തു പോകുന്നു. എൻ്റെ മനസ്സിൻ്റെ ഏതോ മൂലയിൽ നിന്നും ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത, എനിക്ക് അപരിചിതമായ ഒരു കരുത്തുറ്റ ശബ്ദം കരുത്തിന് മാത്രം കഴിയുന്ന ആത്മസംയമനത്തോടെ ഇങ്ങനെ ഉരുവിടുന്നു: എന്നെ ആരുമല്ലാതാക്കി എല്ലാമാക്കുക.